ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. പിന്നെ നമുക്കിന്നൊരു അൺബോക്സിങ് കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് വ്ളോഗും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ റിസ്വാനെ കാർട്ടൂൺ കാണുവാണ്. അപ്പോൾ റയാൻ്റെ ടാബിലാണ് കാണുന്നത്. നേരെ ഒന്നും ഒത്തിരി വെളുത്തിട്ടൊന്നുമില്ല. റയാനും ഷായും ഒന്നും ഉണർന്നിട്ടില്ല. ഞാൻ അടുക്കളയിലായിരുന്നു. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോഴാണ് കാർട്ടൂൺ കണ്ടത്. സൗണ്ടൊക്കെ കുറച്ച് വെച്ചിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ റിസ്വാനെ വഴക്ക് പറയുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് റയാനാണെന്ന് വന്നിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് കാണുവാണ്. നേരെ ഒന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കിഴങ്ങേറിയും അതുപോലെ തന്നെ ചപ്പാത്തിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കും. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ണൊന്നും ഒരുപാട് നീറ്റലുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ചെറുതായിട്ടൊന്നുമല്ല മുറിക്കുന്നത്. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ചെറുതായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് അത് ഇളക്കി ഇങ്ങനെയാണ് കട്ട് ചെയ്തുന്നത്. കിഴങ്ങേറിക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ സവാളയും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കൂടെ തന്നെ പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. മുട്ട പുഴുങ്ങാനിട്ടതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 3-4 കിഴങ്ങും കൂടെ പുഴുങ്ങാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ ബാക്കി കറിക്കുള്ളത് ചെയ്യുന്നത്. ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ട് ചുട്ട് ഫ്രീസറിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആവശ്യത്തിന് എടുത്ത് ആവിയേറ്റിയെടുക്കും. രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മാവ് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ നമ്മുടെ കയ്യിലോട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോഴും നല്ല മയത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഞാൻ പരത്തിയൊക്കെ എടുക്കുന്നത്. സമയം കൊണ്ട് കറിയൊക്കെ റെഡിയാക്കി എടുക്കും. അപ്പോൾ കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. കറിക്കായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചപ്പാത്തി പരത്തുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുത്ത് കഴിയുമ്പോഴേക്കും കറി നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചപ്പാത്തി ഒന്ന് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ചുടുന്ന സമയത്ത് നമുക്ക് പിന്നെ വേറെ എക്സ്ട്രാ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചപ്പാത്തി ചുട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ മാവ് കുഴയ്ക്കുന്നതിനനുസരിച്ച് ആണ് നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. റയനെ സ്കൂളിൽ കൊണ്ടുവിട്ടു. അവനിന്ന് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാനും റിസ്വാനും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒലിച്ച് വയ്ക്കുകയാണ്. മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കത്തേക്കിന്. അങ്ങനെ റിസ്വാന് ഹെൽപ്പ് ചെയ്ത് തരുവാണ്. പിന്നെ ഉച്ചക്കത്തേക്കിന് ഞാൻ കുറച്ച് കപ്പ വേവിക്കാമെന്ന് വിചാരിച്ചു. കപ്പയും ചമ്മന്തിയും പിന്നെ കുറച്ച് ചിക്കൻ ആണെങ്കിൽ ഞാൻ മുളക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഫ്രൈ ആക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മീൻകറി ആക്കി വയ്ക്കുകയാണ്. വൈകിട്ടത്തേക്കിന് എടുക്കാം. പിന്നെ ഇങ്ങനെ സമയം കിട്ടുമ്പോഴത്തേക്കിന് അങ്ങനെ ചെറിയ വെളുത്തുള്ളിയൊക്കെ ഒലിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് എളുപ്പമാണ്. അപ്പോൾ തന്നെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫോണിലൊന്നും പണിയാതെ എൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് പണിയൊക്കെ ചെയ്തു തരും റിസ്വാന്. റയാനില്ലല്ലോ, റയാൻ സ്കൂളിൽ പോയേക്കുമല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പം ഞങ്ങൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ടീച്ചർ വിളിച്ചിട്ട് പ്രാക്ടീസ് കഴിഞ്ഞു, റയാനെ വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിസ്വാനും കൂടെ റയാനെ വിളിക്കാൻ പോവാണ്. അപ്പം റയാൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. സേറ എന്നാണ് റയാൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. അപ്പം അവിടെ വരെ നടന്നു പോയിട്ട് പിന്നെ അവിടെ നിന്ന് ടാക്സി പിടിച്ചിട്ട് പോകും. സേറയുടെ അമ്മയുണ്ട്. അപ്പം അങ്ങനെയാണ് പോയി വിളിച്ചിട്ട് വരുന്നത്.
അപ്പോൾ നടന്നു പോകാനൊക്കെ നല്ല കാലാവസ്ഥയാണ്. നമ്മുടെ ഇവിടെ ചൂടൊക്കെ ഒന്ന് മാറി കുറച്ച് തണുപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയായിട്ട് പോലും വലിയ വെയിലൊന്നുമില്ല. നമ്മൾ റയാൻ്റെ സ്കൂളിലെത്തി. അപ്പം ഇതാണ് ഗ്രൗണ്ട്. ഫസ്റ്റ് ടൈമാണ് റയാനും കാണുന്നത് സ്കൂള്. അപ്പോൾ നമുക്ക് സ്കൂളിനകത്തോട്ട് നമ്മളെ അലോ ചെയ്യില്ല. PCR ടെസ്റ്റൊക്കെ വേണം. അപ്പോൾ പേരൻസിന് അകത്തോട്ട് അലോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ സേറായ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം റയാനും റിസ്വാനും ഗ്രൗണ്ടിലൊക്കെ ഒന്നുകൂടി കളിച്ചു. അപ്പോൾ ചെറുതായിട്ട് മഴക്കോളൊക്കെ ഉണ്ട്. മഴ പെയ്യത്തൊന്നുമില്ല. എന്നാലും ഈ ഒരു കറുത്ത മേഘം കാണുമ്പോൾ എന്തോ ഒരു നാട്ടിലൊക്കെ ഒരു ഫീല് പോലെ. റയാന് സ്കൂളിൽ വന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവന് ഒരിടത്ത് നിൽക്കുന്നൊന്നുമില്ല, ഇങ്ങനെ ഓടുവാണ്, ചുറ്റും ഓടുവാണ്. എങ്ങോട്ടൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് അങ്ങോട്ടൊന്നും പോകാനും പറ്റില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഉച്ചക്കത്തേന് ഞാൻ കപ്പയും അതുപോലെ തന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനും വറുത്തെടുത്ത് വെച്ചിട്ടാണ് പോയത്. മീൻകറി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്മാർക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും അതിൻ്റെ കൂടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും രണ്ടുപേരും. അപ്പോൾ അവരുറങ്ങുന്ന കൂട്ടത്തിൽ ഞാനും കിടന്നുറങ്ങും. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് റയാന് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടീംസിലായിരുന്നു പ്രാക്ടീസൊക്കെ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിന്നൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റിസ്വാനും ഏകദേശമൊക്കെ എല്ലാം പഠിച്ചിരുന്നു ഡാൻസൊക്കെ. അപ്പോൾ വൈകിട്ട് ഷാ വന്നതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. റയാന് ഡാൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ഷൂ വേണമായിരുന്നു. അപ്പോൾ അതും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഡിസംബറൊക്കെ ആയി വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാഷണൽ ഡേയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ഡെക്കറേഷൻസും ബലൂൺസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ടോയ്സിൻ്റെയൊക്കെ സെക്ഷൻ എത്തുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടി നടക്കും കേട്ടോ. എത്ര നമ്മൾ ഇതാക്കിയെന്ന് പറഞ്ഞാൽ ഈ സമയമാകുമ്പോഴത്തേക്കും റിസ്വാനും റയാനും വഴക്കാവാൻ തുടങ്ങും ഇറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പെട്ടെന്നിങ്ങ് വന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ അൺബോക്സിങ്. ചോപ്പറും സ്ലൈസറും ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ജ്യൂസ് ഒക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ യൂസും കാര്യങ്ങളും ഇതെങ്ങനെയാണ് ഇതിൽ സ്ലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജ്യൂസ് എടുക്കുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. വീഡിയോ കുറേ ലെന്തി ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. പക്ഷേ ഇതെന്താണെന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോ ബാക്കിയോടെ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. പിന്നെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ മറ്റൊരു പുതിയ വ്ളോഗോ റെസിപ്പിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാവുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.